പരസ്പരം കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ്. അവൾ മറ്റാളുടെ കുറ്റങ്ങൾ ഇതിയാനും ഇതിയാന്റെ കുറ്റങ്ങൾ മറ്റേയാളും കണ്ടുപിടിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഇന്നാൾ അത് ചെയ്തില്ലേ, പെങ്ങളോ അതാള് ചെയ്തില്ലേ. ഇത് പറയാനാണ് നമ്മൾ പരസ്പരം മത്സരിച്ചു പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഡോക്ടറുടെ അടുത്ത് പോയി ഒരു ഭർത്താവ് വിഷയം പറയുകയാണ്. തന്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കാൻ കഴിയുന്നില്ല, ഭാര്യക്ക് എന്തോ ചെവി കേൾക്കുന്നില്ല, ഞാനെന്ത് പറഞ്ഞിട്ടും ഭാര്യ കേൾക്കുന്നില്ല. ഡോക്ടർ ചോദിച്ചു, ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ടോ? അവളെ കൊണ്ടുവരാനൊന്നും പറ്റൂല, കാരണം അവൾക്ക് ചെവിക്ക് കുറവുണ്ടെന്ന് ഞാൻ പറയുന്നത് പോലും അവൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് അവൾ അറിയാതെ ഞാൻ വന്നതാണ്, നല്ല മരുന്ന് നിങ്ങൾ കുറിച്ചു തരുമോ? ഡോക്ടർ പറഞ്ഞു, അവളെ കാണാതെ ചെവിയുടെ കുറവ് എത്രയാണെന്നറിയാതെ എനിക്കൊരിക്കലും അത് പറയാൻ പറ്റൂല. ഡോക്ടർ ഉപായം പറഞ്ഞു കൊടുത്തു. എത്രയാണ് കുറവെന്ന് പറയാതെ എനിക്ക് മരുന്ന് എഴുതാൻ പറ്റൂലല്ലോ. നിങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ട് വീട്ടിന്റെ മുൻഭാഗത്ത് മുറ്റത്ത് നിന്നുകൊണ്ട് വിളിച്ചു ചോദിക്കണേ, എന്തെങ്കിലും വിളിച്ചു ചോദിക്കണം. അവിടെ നിന്നും കേൾക്കുന്നില്ലെങ്കിൽ മുൻഭാഗത്തേക്ക് കയറിക്കൊണ്ട് വീട്ടിന്റെ മുൻവശത്ത് കയറണം. പിന്നെ ഹാളിലേക്ക്, റൂമിലേക്ക്, ഹാളിലേക്ക്, അടുക്കളയിലേക്കൊക്കെ കയറി ഇങ്ങനെ അതിന്റെ കുറവ് നീ ടെസ്റ്റ് ചെയ്തു നോക്കണം. ആ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉടനെ ഉറക്കെ വിളിച്ചു ചോദിച്ചു, അല്ല ഇന്നത്തെ കറി എന്താണ്, ഇന്നത്തെ ഭക്ഷണം എന്താണ്? വിളിച്ചു ചോദിച്ചു. ഒരു മറുപടിയും കേൾക്കുന്നില്ല. വീട്ടിന്റെ മുൻവശത്തേക്ക് കയറി അവിടെ നിന്നും വിളിച്ചു ചോദിച്ചു, ഇന്നത്തെ ഭക്ഷണം എന്താണ്? മറുപടിയൊന്നും കേൾക്കുന്നില്ല. സ്റ്റോട്ടിലേക്ക് കയറി വന്നു, അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, ഇന്നത്തെ ഭക്ഷണം എന്താണ്? ഒരു മറുപടിയുമില്ല. ഹാളിലേക്ക് കയറി വന്നു, എന്താണ് ഇന്നത്തെ ഭക്ഷണം? ഒരു മറുപടിയുമില്ല. അടുക്കളയിൽ വന്ന് വിളിച്ചു ചോദിച്ചു, ഇന്നത്തെ ഭക്ഷണം എന്താണ്? ഒരു മറുപടിയുമില്ല. ഭാര്യയുടെ ചെവിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇന്നത്തെ ഭക്ഷണം എന്താ? അപ്പൊ ഭാര്യ തിരിച്ചു ചോദിക്കുകയാ, മനുഷ്യ നിങ്ങളോട് നേരത്തെ 5 പ്രാവശ്യമായി ഞാൻ പറയാൻ തുടങ്ങിയില്ലേ, ഇന്ന് റൊട്ടിയാണ് ഉണ്ടാക്കിയത്. ഇയാൾക്കാണ് ചെവിക്ക് പ്രശ്നമുള്ളത്. ഭാര്യയുടെ പ്രശ്നമാക്കി ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുന്നു. സ്വന്തം കുറ്റം കണ്ടുപിടിക്കാതെ മറ്റുള്ളവരുടെ മേൽ പഴിചാടുന്ന ഒരു സമൂഹത്തിലേക്ക് ഇത് ചിലപ്പോൾ തമാശയായിരിക്കാം, എങ്കിലും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്വന്തം പ്രശ്നമെല്ലാം മറ്റുള്ളവർക്കാണ് പ്രശ്നമെന്ന് പറയാൻ വല്ലാതെ മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളതയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പരസ്പരം സമാശ്വാസത്തിന്റെ വഴികൾ തേടി നടക്കുന്നവരാണ് ഭാര്യ ഭർത്തൃ ബന്ധമുള്ളത്. അത് കാണുമ്പോഴേ മക്കൾ അത് കണ്ടുപഠിക്കുകയുള്ളൂ. സാധാരണ നമ്മൾ ഒരു കഥ പറയാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രതയെ കുറിച്ച് നമ്മളൊരു കഥ പറയാറുണ്ട്. അത് മറ്റാരുടെയും കഥയല്ല, ഒരു മണ്ണുകട്ടയും കരിയിലയും തമ്മിലുള്ള ബന്ധം. മണ്ണുകട്ടയും കരിയിലയും തമ്മിലുള്ള ബന്ധം. മണ്ണുകട്ടയും കരിയിലയും വല്ലാത്ത സുഹൃത്തുക്കളാണ്, വല്ലാത്ത ബന്ധുക്കളാണ്, ഭയങ്കര അടുപ്പമാണ്. ക്ലോസ് ഇന്റിമേഷൻ, ഭയങ്കര അടുപ്പമാണ് തമ്മിലുള്ളത്. രണ്ടുപേരും കൂടി യാത്ര തീരുമാനിച്ചു. മണ്ണുകട്ടയും കരിയിലയും കൂടി സുദീർഘമായൊരു യാത്രക്ക് വേണ്ടി ഒരുങ്ങി. രണ്ടുപേരും യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ യാത്ര ചെയ്തപ്പോഴാണ് ശക്തിയായ കാറ്റടിച്ചു വീശുകയാണ്. ശക്തിയായ കാറ്റടിച്ചു വീശി. കാറ്റിനെന്തു സംഭവിക്കും? കാറ്റിനൊരു സ്വഭാവമുണ്ട്, കരിയില പാറിപ്പോകും, കരിയില പാറിപ്പോകും. മണ്ണുകട്ടയും കരിയിലയും സുഹൃത്തുക്കളാണല്ലോ, ഇനിയുമേറെ ദൂരം യാത്ര ചെയ്യാനുള്ളതാണല്ലോ രണ്ടുപേർക്കും കൂടി. എന്ത് ചെയ്തെന്നോ, മണ്ണുകട്ട തന്റെ സുഹൃത്തായ കരിയിലയുടെ മുകളിലങ്ങ് കയറിയിരുന്നു. കാറ്റടിച്ചു വീശിക്കോട്ടെ, കരിയില പാറിപ്പോകൂല. കാരണം കരിയിലയുടെ മുകളിൽ മണ്ണുകട്ട കയറിയിരിക്കുന്നുണ്ട്. കാറ്റ് നിലച്ചപ്പോൾ കരിയിലയും മണ്ണുകട്ടയും അതേ സ്ഥാനത്തു തന്നെ. പിന്നെയും രണ്ടുപേരും യാത്രയങ്ങനെ തുടർന്ന് ഒരുപാട് ദൂരമങ്ങ് യാത്ര ചെയ്തപ്പോഴാണ് ശക്തിയായ മഴ വരുന്നത്.
ഭയങ്കര മഴ, ഇടിയും മിന്നലും കോരിച്ചൊരിയുന്ന മഴ. മഴക്കൊരു സ്വഭാവമുണ്ട്, മണ്ണൊലിച്ചു പോകും. എന്തു ചെയ്തെന്നോ കരിയില, എന്തു ചെയ്തെന്നോ കരിയില മണ്ണുകട്ടയുടെ മുകളിൽ അങ്ങ് കയറിയിരുന്നു. ശക്തിയായ മഴക്ക് പോലും മണ്ണുകട്ടയുടെ ഒരു ഭാഗം പോലും നനക്കാൻ പറ്റിയില്ല. കുറെ നേരത്തെ മഴക്കു ശേഷം മഴയങ്ങ് തോർന്ന് ശമിച്ചപ്പോൾ മണ്ണുകട്ട അതേ സ്ഥാനത്തു തന്നെ രണ്ടുപേരും ഒരുപാട് ദൂരം പിന്നെയും യാത്ര ചെയ്യുകയാണ്. നോക്കൂ, ഭാര്യയും ഭർത്താവും ഇണയും തുണയും ഏതു രൂപത്തിലാണ് ആകേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, മണ്ണുകട്ടയും കരിയിലയും എപ്രകാരമാണോ അതുപോലെയുള്ള ബന്ധങ്ങളുടെ തീവ്രതയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത്. തുടർന്ന് അല്ലാഹു പറയുന്നു, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. പരസ്പരം സ്നേഹവും സമാശ്വാസവും കിട്ടണം, നൽകണം. അതിനു വേണ്ടി നിങ്ങൾക്കിടയിൽ നിങ്ങളിൽ നിന്ന് ഞാൻ ഇണയെ തുണയെ സൃഷ്ടിച്ചു തന്നു എന്ന് പറയുന്ന ഖുർആനാണ് പിന്നെ പറയുന്നത്, വജഅല ബൈനകും, നിങ്ങൾക്കിടയിലേക്ക് ആക്കി തന്നവനും അല്ലാഹുവാണ്. അതും റബ്ബിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്. എന്താണ് ആക്കി തന്നതെന്നറിയോ? മവദ്ദതൻ വറഹ്മ. ഖുർആനാ പറയുന്നത്. എത്ര നല്ല രൂപത്തിൽ പറഞ്ഞു തന്നു. അന്യോന്യം കാണാത്ത ഒരാണും പെണ്ണും വിവാഹമെന്ന് പറയുന്ന മീസാഖൻ ഗലീദ, ശക്തിയായ ഉറപ്പുള്ള, കടിച്ചാലും പിടിച്ചാലും വലിച്ചാലും മുറിയാത്ത നല്ല സുസ്ഥിരമായ ഭദ്രമായ ബന്ധത്തിലേക്ക് അവരെന്നെ കൂട്ടിച്ചേർത്തി ഇണക്കപ്പെട്ടപ്പോൾ അവർ തമ്മിൽ അടുക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരികളെ, ഇവിടെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് എന്താണെന്നറിയോ? ഖുർആൻ വിശദീകരിച്ചത് എന്താണെന്നറിയോ? നിങ്ങളുടെ ഇണയെ നിങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു തന്നവനാണെന്നാണ്. കുടുംബങ്ങൾ മറ്റു കുടുംബത്തിലേക്ക് ആളയച്ചുകൊണ്ട് തന്റെ പെൺകുട്ടിക്ക് പറ്റിയ ചെറുപ്പക്കാരൻ എവിടെയുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തലാണ് രീതി. ഉണ്ട് എന്ന് രക്ഷിതാക്കൾ തമ്മിൽ കണ്ടു അപ്പോഴാണ് മറ്റൊരു പെൺകുട്ടിയെ കാണൽ സുന്നത്താകുന്ന സമയം പോലും വന്നു പോകുകയാണ്. അല്ലാതെ നീ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വഴിയരികിൽ നിന്നോ ഏതെങ്കിലും പെണ്ണിന്റെ പുറമോടി കണ്ട് നീ ആശ്ചര്യപ്പെട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ചതല്ല. നിന്റെ സുന്നത്ത് പോലും നഷ്ടപ്പെട്ടു പോകുകയാണ്. കണ്ടിഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെടലല്ല നിനക്ക് വേണ്ടത്. പരസ്പരം ഖുർആൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങളുടെ ഇണയെ നിങ്ങളുടെ രക്ഷിതാക്കൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ബന്ധമാണ് വേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഇണയെ കണ്ടെത്തിയതിന്റെ ശേഷമാണ് ആദ്യ രാത്രിയിൽ അവരങ്ങ് കണ്ടുമുട്ടുമ്പോൾ അതിന്റെ ശേഷമുള്ള ജീവിതത്തിൽ അവർ പരസ്പരം അങ്ങറിയുമ്പോൾ നിങ്ങൾക്കിടയിലേക്ക് മവദ്ദത്തിനെ നാം ആക്കി തരുകയാണ്. എന്താണ് മവദ്ദ? മവദ്ദത്തിന്റെ അർത്ഥവും മറ്റൊന്നുമല്ല, ലവ്, സ്നേഹമാണ്, പ്രേമമാണ്. ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള സ്നേഹവും പ്രേമമാണ് നിനക്ക് വേണ്ടത്. അല്ലാത്തതൊക്കെ ശിഥിലമായി കൊണ്ടേയിരിക്കും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നുവെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നും എവിടെയും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ലവ് അഫെയർ ആയിരിക്കും, അല്ലെങ്കിൽ വേണ്ടാധീനത്തിൽ എന്തെങ്കിലും ചാടിപ്പോയത് കാരണത്താൽ മഹല്ല കമ്മിറ്റി നിക്കാഹ് ചെയ്തു കൊടുത്തതായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മിനിഞ്ഞാന്നാണ് എന്റെ തൊട്ടപ്പുറത്തുള്ള അയൽവാസി പൊറാട്ട മഹമ്മദ് ക എന്ന് നമ്മൾ വിളിക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ പെൺകുട്ടിയെ അടിച്ചു മാറ്റി കൊണ്ടുവന്നു. പാവം ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ 16-17 ലക്ഷം ചെലവാക്കിക്കൊണ്ട് ഡോക്ടറിനെ പഠിപ്പിക്കുന്ന പെൺകുട്ടിക്ക് സ്നേഹം തോന്നിയത് ഏതോ ഒരു വായ്നോക്കിയായ ചെറുപ്പക്കാരനോട്. രക്ഷിതാവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല, ഉമ്മയുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല, ഉപ്പയുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല. എന്നും പത്രമൊന്ന് വായിച്ചു നോക്കൂ. വിവാഹ വാഗ്ദാനം നൽകി
പീഡിപ്പിച്ചു എന്നാണ് കേൾക്കാൻ കഴിയുക. ഒരു വാഗ്ദാനം അങ്ങ് തരുമ്പോഴേക്ക് മറക്കാനുള്ളതാണോ നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം? എന്താണ് മക്കളെ നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നൊന്തു പ്രസവിച്ച ഉമ്മയെയും പോറ്റി വളർത്തിയ ഉപ്പയെയും കോടതിമുറിയിൽക്കുള്ളിൽ വെച്ച് എനിക്ക് ഇവരെ വേണ്ട, എനിക്ക് ചെങ്ങായിയെ മതിയെന്ന് പറയാൻ നിനക്ക് എവിടെ നിന്ന് നട്ടല്ലോ വന്നു? നീ മനസ്സിലാക്കിയോ? ആ സ്നേഹബന്ധം വലുതാണെന്ന് മനസ്സിലാക്കിയോ? താൽക്കാലികമാണ് മോളെ, താൽക്കാലികമാണ് മോനെ. കുറച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങൾ ശിഥിലമാകും. കാരണം അവൻ നിന്നെ നോക്കിയത് ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലല്ലേ, ഹറാമായ രൂപത്തിലല്ലേ. ഇതേ ഹറാമ് മറ്റു പലരോടും ചെയ്യും. നിന്നിലുള്ള താല്പര്യം നശിച്ചു പോകും. ബന്ധങ്ങൾ അങ്ങനെ ഡൈവോഴ്സ് ആയി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുതിയ പുതിയ വാർത്തകൾ, പുതിയ പുതിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാനുള്ളതാണ്, പ്രീ മാരിറ്റൽ ഡൈവോഴ്സ് നടക്കുന്ന കാലമാണ്. സാധാരണയൊക്കെ ഡൈവോഴ്സ് ഉണ്ടാകുന്നത് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിൽ പ്രിമാരിറ്റൽ ഡൈവോഴ്സ്, കല്യാണത്തിന്റെ മുമ്പ് ഡൈവോഴ്സ് നടക്കുന്നു. അതും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറുക്കൻ ഗൾഫിലാകും, അവന് ചിലപ്പോൾ ഒരു മാസത്തെ ലീവേ ഉണ്ടാകുള്ളൂ. അവനങ്ങ് ഏതോ പെൺകുട്ടിയെ കണ്ടുപിടിക്കും. കല്യാണവും നിക്കാഹും കഴിക്കാനുള്ള നേരൊന്നുമില്ല. അവൻ കൊണ്ടുപോയി കൊടുക്കും മൊബൈൽ ഫോണ്. അവരങ്ങനെ സംസാരിക്കും. തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുകയാണ്, തൊട്ടടുത്ത് തന്നെ ഉണ്ടായി തമ്മിൽ സംസാരിച്ചു. അവരുടെ ചർച്ചകൾക്കിടയിൽ, സംസാരങ്ങൾക്കിടയിൽ അപ്പോഴാണല്ലോ വമ്പ് പറച്ചിലുള്ളത്. അവൻ ചോദിക്കും, നിനക്ക് ഇതിന്റെ മുമ്പ് വല്ല അഫയറും ഉണ്ടായിട്ടുണ്ടോ? അവൾ അങ്ങനെ ഊറ്റം കൊള്ളും. കുറെ ആളുകളൊക്കെ എന്നെ നോക്കാൻ വന്നിരുന്ന്, ഞാൻ അങ്ങനെയൊന്നും വലയിൽ വീഴുന്ന ആളല്ല. എങ്കിലും ഒരു ചെറുപ്പക്കാരനോട് എനിക്ക് വല്ലാത്ത ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബൈക്കിൽ അങ്ങനെ പോകും, കൂൾബാറിൽ പോകും, ബീച്ചിൽ പോകും. അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നു കൊണ്ട് വർത്തമാനം പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവനുമായി ഞാൻ തെറ്റി. അത് പറയേണ്ട താമസം ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിലൂടെ മിന്നൽ കടന്നു പോകുന്നു. പ്രിമാരിറ്റൽ ഡൈവോഴ്സ്. അവളെ വേണ്ട എന്ന് നാട്ടിലേക്ക് വിളിച്ചു പറയുന്നു. കുട്ടിക്കുലവയുണ്ടാക്കി നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന്റെ ഡേറ്റ് വരെ നിശ്ചയിച്ച എത്രയോ കുടുംബ ബന്ധങ്ങൾ അലസിപ്പിരിഞ്ഞു പോകുകയാണ്. പ്രിമാരിറ്റൽ ഡൈവോഴ്സ്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഏതെങ്കിലും ഒരു ആയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിലാണ്. റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ആരും കാണില്ല എന്ന് വിചാരിക്കണ്ട, ആരും കാണില്ല എന്ന് വിചാരിക്കണ്ട. നീയും അവളുമായി സംസാരിക്കുന്നതിന്റെ ഇടക്ക് നിങ്ങൾ സ്വപ്ന ലോകത്തായിരിക്കും. ആരും ഒരു പ്രശ്നമല്ലായിരിക്കും. പക്ഷേ അള്ളാഹു നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനാണ് പോൽ. അള്ളാഹുവിനെങ്കിലും ഭയപ്പെടണേ. ഹബീബിന്റെ അടുത്ത് വന്നുകൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നുകൊണ്ട് മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്ലാമിനെയും ഈമാനിനെയും കുറിച്ച് ചോദിച്ചതിന്റെ ശേഷം ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സത്യവിശ്വാസിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഇബാദത്താണ്. അവന്റെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ സൂക്ഷിച്ചു വേണം. ഇഹ്സാൻ ഹബീബ് വിശദീകരിച്ചു കൊടുത്തു. അൻതഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ ആരാധിക്കേണ്ടത് എപ്രകാരമാണ്? നിന്റെ ഓരോ പ്രവർത്തനങ്ങളും എപ്രകാരമാണ്? കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്ന പോലെ ആയിരിക്കണം. ഇവിടെ നിൽക്കുമ്പോഴും ഇത് കേൾക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും റൂമിനുള്ളിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ലാപ്ടോപ്പിലോ ടാബിലോ മൊബൈൽ ഫോണിലോ വേണ്ടാത്ത എക്സ്പ്ലിസിറ്റ് സൈറ്റുകളിലൂടെ, അഡൽട്ട് സൈറ്റുകളിലൂടെ അബദ്ധ സഞ്ചാരം നടത്തുമ്പോഴും അല്ലാഹുവിനെ കാണുന്ന പോലെ എന്ന ചിന്തയായിരിക്കണം നിനക്ക് വേണ്ടത്. നിനക്ക് റബ്ബിനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എങ്കിലും ഒരു കാര്യമെങ്കിലും നീ ചിന്തിക്കണേ.
അവൻ നിന്നെ കാണുന്നുണ്ട്, അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയട്ടെ, അല്ലാഹു പറയുന്നു വജഅല ബൈനകും മവദ്ദതൻ റഹ്മ. സ്നേഹം അല്ലാഹു പരസ്പരം ആക്കി തന്നു. സ്നേഹത്തിലൂടെ പിന്നെ റഹ്മത്തിനെ അല്ലാഹു ആക്കി തന്നു. മഹാനായ തങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു